إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم فاذكروني أذكركم واشكروا لي ولا تكفرون. الله سبحانه وتعالى വിശുദ്ധ ഖുർആനിലെ നിരവധി ആയത്തുകളിലൂടെ വിശ്വാസികളോട് ഉണർത്തുന്ന കാര്യമാണ് അല്ലാഹുവെ ദിക്ർ ചെയ്യണം എന്നത്. ദിക്ർ എന്ന് പറയുമ്പോൾ കേവലം നാവ് കൊണ്ടുള്ള ചൊല്ലൽ മാത്രമല്ല. ഇന്ന് ദിക്ർ എന്ന പേരിൽ പലരും പലതും ചൊല്ലിപ്പറയാറുണ്ട്. അവരുടെ വിശ്വാസവും അവരുടെ കർമ്മവുമൊന്നും ഒരുപക്ഷെ ശരിയായി കൊള്ളണം എന്നില്ല. വിശ്വാസത്തിലും കർമ്മത്തിലും അല്ലാഹുവിനെ ഓർക്കാത്ത ആളുകൾ ദിക്ർ എന്ന പേരിൽ പലതും ചൊല്ലിപ്പറഞ്ഞ് നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു തആല ദിക്ർ എടുക്കാൻ കൽപ്പിച്ചത് കേവലം ചൊല്ലലിൽ മാത്രം പരിമിതപ്പെടുത്താനല്ല ആവശ്യപ്പെട്ടത്. എന്നാൽ നാവ് കൊണ്ടുള്ള ചൊല്ലൽ അത് ദിക്റിൽ പ്രധാനമായും ഉദ്ദേശിക്കപ്പെട്ട ഒന്ന് തന്നെയാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു ഉണർത്തി ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർക്കണേ ഞാൻ നിങ്ങളെ ഓർക്കും. അല്ലാഹ് പറയാം, നമ്മൾ അല്ലാഹുവിനെ ഓർത്താൽ പ്രപഞ്ചനാഥനായ റബ്ബ് നമ്മളെ ഓർക്കും. അല്ലാഹ് നമ്മളെ ഓർക്കാനുള്ള ഏറ്റവും നല്ല വഴി അല്ലാഹുവിനെ നമ്മൾ ദിക്ർ ചെയ്യുക എന്നതാണ്. അത് തസ്ബീഹും തഹ്മീദും തക്ബീറും തഹ്ലീലും തംജീദും തഖ്ദീസും ഹസ്ബലയും ഹൗഖലയും ഒക്കെയായി അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ദിക്ർ എടുക്കുക എന്നത്. ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, അന മഅ അബ്ദി ഇദാ ദകറനി, ഞാൻ എൻ്റെ അടിമയോടൊപ്പമുണ്ട്. അവൻ എന്നെ ഓർത്താൽ, അവൻ എന്നെ സ്മരിച്ചാൽ ഞാൻ അവനോടൊപ്പമുണ്ട്. എന്നിട്ട് പറഞ്ഞു, വതഹറകത് ബിഹി ശഫതാഹു, അവന്റെ ഇരു ചുണ്ടുകളും എന്നെ കൊണ്ട് ചലിച്ചാൽ, അവന്റെ ഇരു ചുണ്ടുകളും എന്നെ കൊണ്ട് ചലിച്ചാൽ ഞാൻ അവനോടൊപ്പമുണ്ട്. അപ്പൊ ഇരു ചുണ്ടുകൾ ചലിക്കുക എന്നത് നാവ് ഉപയോഗിച്ച് ചുണ്ടുപയോഗിച്ച് ദിക്ർ ചൊല്ലുമ്പോഴാണ്. അബ്ദുല്ലാഹി ഇബ്നു ബുസ്ർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ ഒരു അഅറാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നു പറയുകയാണ്, ഇന്ന ശറാഇയൽ ഇസ്ലാം
ഇന്ന ശറാഇഅൽ ഇസ്ലാം ഖദ് കസറത അലൈ. പ്രവാചകരെ, ഇസ്ലാമിന്റെ നിയമങ്ങൾ ധാരാളമായിട്ട് എന്റെ മേൽ എനിക്ക് അനുഭവപ്പെടുകയാണ്. അതുകൊണ്ട് ഫഅഖ്ബിർനി ബിശൈഇൻ മിൻഹാ അതശബ്ബതു ബിഹി. നിർബന്ധമായി ഞാൻ ആചരിക്കേണ്ട കാര്യങ്ങൾക്കപ്പുറം കുറച്ചെന്തെങ്കിലും മുറുകെ പിടിക്കാൻ എനിക്ക് പറഞ്ഞു തരണം. അദ്ദേഹത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാഹ്. അല്ലാഹുവിനെ ദിക്റെടുത്തുകൊണ്ട് നിന്റെ നാവ് നനയട്ടെ, ഈറനണിയട്ടെ എന്ന് അദ്ദേഹത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നാവ് നനയണമെങ്കിൽ നാവും ചുണ്ടും ഉപയോഗിച്ചുകൊണ്ട് ദിക്ർ ചൊല്ലണം എന്നർത്ഥം. അല്ലാഹു സുബ്ഹാനഹു തആല പറയണം, ഫദ്കുറൂനി, നിങ്ങൾ എനിക്ക് ദിക്റെടുക്കണേ, നിങ്ങൾ എന്നെ സ്മരിക്കണേ, എന്നെ ഓർക്കണേ. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ചു. അതുപോലെ തന്നെ ഹദീസുകളിലൂടെയും ഈ വിഷയത്തിൽ പ്രോത്സാഹനം നൽകി, പ്രോത്സാഹിപ്പിച്ചു. സദാ ദിക്റെടുക്കാനുള്ള കൽപ്പന, വിശ്വാസികളോട് സദാ ദിക്റെടുക്കാനുള്ള കൽപ്പന. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിലെ ദിക്റുമായി വന്നിട്ടുള്ള ഏതായത്ത് നമ്മൾ പരിശോധിച്ചാലും, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ലഖീതും ഫിഅതൻ ഫസ്ബുതു വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. വദ്കുറുല്ലാഹ കസീറ, അല്ലാഹുവിനെ ധാരാളമായി നിങ്ങൾ സ്മരിക്കണേ, ദിക്റെടുക്കണേ. മറ്റൊരായത്തിൽ, യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ വസബ്ബിഹൂഹു ബുക്റതൻ വഅസ്വീല. വിശ്വാസികളെ, അല്ലാഹുവിനെ ധാരാളമായി സ്മരിക്കണേ, പ്രഭാത പ്രദോഷങ്ങളിൽ നിങ്ങൾ അവനെ തസ്ബീഹ് ചൊല്ലണേ. അതുപോലെ തന്നെ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ. ഇങ്ങനെ ദിക്റിനെ കുറിച്ച് പറഞ്ഞിടത്തെല്ലാം കസീറ ധാരാളമായി എന്നുള്ള പദപ്രയോഗം നമുക്ക് കാണാം. സൂറത്തു ഹജ്ജിൽ, വലൗലാ ദഫ്ഉല്ലാഹി الناس بعضهم ببعض لهدمت صوامع وبيع وصلوات ومساجد يذكر فيها اسم الله كثيرا. അവിടെയും കാണാം അല്ലാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന അല്ലാഹുവിന്റെ മസ്ജിദുകൾ എന്ന് പ്രത്യേകം പറഞ്ഞത് കാണാം. വദ്ദാകിരീനല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, അല്ലാഹുവിനെ ധാരാളമായി ദിക്ർ എടുക്കുന്ന സ്ത്രീ പുരുഷന്മാർ. ഇവിടെയൊക്കെ കസീറ എന്ന പദപ്രയോഗം നമുക്ക് കാണാൻ കഴിയും. ധാരാളമായി റബ്ബിനെ സ്മരിക്കേണ്ടവരാണ്, ദിക്റെടുക്കേണ്ടവരാണ് വിശ്വാസികൾ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരികയാണ്. മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരുമ്പോഴാണ് ജുൻദാൻ പർവ്വതം പ്രവാചകൻ കാണുന്നത്. അന്നേരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സീറു ഹാദാ ജുൻദാൻ, സീറു, നിങ്ങൾ പോവുക, നിങ്ങൾ സഞ്ചരിക്കുക, ഇതാ ജുൻദാൻ പർവ്വതം ഇതാ എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ പറയണം, സബഖൽ മുഫർരിദൂൻ, മുഫർരിദുകൾ ഇതാ മുന്നിലെത്തിയിരിക്കുന്നു, അവർ മുൻകടന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, വമൽ മുഫർരിദൂൻ, ആരാണ് പ്രവാചകരെ ഈ മുഫർരിദൂൻ എന്ന് പറഞ്ഞാൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കുകയാണ്, അദ്ദാകിറൂനല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, അല്ലാഹുവിനെ ധാരാളമായി സ്മരിച്ചുകൊണ്ടിരിക്കുന്ന, ദിക്റെടുത്തുകൊണ്ടിരിക്കുന്ന സ്ത്രീ പുരുഷന്മാരാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇമാം അഹ്മദിന്റെ മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാം, വമൽ മുഫർരിദൂൻ എന്ന് ചോദിച്ചപ്പോ അല്ലദീന യുഹ്തറൂന ബിദിക്രില്ലാഹ്, മുഫർരിദുകൾ എന്ന് പറഞ്ഞാൽ അല്ലദീന യുഹ്തറൂന ബിദിക്രില്ലാഹ്, അല്ലാഹുവിനുള്ള ദിക്റിൽ മുഴുകി പൂണ്ട് കഴിയുന്നവരാണ് അവർ എന്നത് പറഞ്ഞു വന്നത്. ധീറ എന്ന പ്രയോഗം അറിയിക്കുന്നത് ദിക്റിന്റെ മഹാത്മ്യം, അതിന്റെ പ്രാധാന്യം, നമ്മുടെ ജീവിതത്തിൽ അതിന്റെ അനിവാര്യതയാണ് അത് നമ്മളെ അറിയിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഇമാം അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഒരിക്കൽ
ഒരിക്കൽ അദ്ദേഹത്തെ പ്രവാചകൻ ഇങ്ങനെ കണ്ടപ്പോ അദ്ദേഹത്തിന്റെ ചുണ്ടുകൾ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് അബൂ ഉമാമ, ചുണ്ടുകൾ ഇങ്ങനെ ചലിക്കുന്നത് കാണുമല്ലോ, എന്താണതെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, അദ്കുറുല്ലാഹ് യാ റസൂലല്ലാഹ്, റസൂലേ ഞാൻ ദിക്ർ എടുക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, അലാ ഉഖ്ബിറുക ബിഅക്തരി വഅഫ്ളലി മിൻ ദിക്രിക ബില്ലൈലി വന്നഹാർ, താങ്കൾ ചൊല്ലിയ ദിക്റിനേക്കാൾ രാപ്പകലുകൾ മുഴുവൻ ദിക്ർ എടുത്തതിന് തുല്യമാണ് ഞാൻ ഈ പറയുന്ന ദിക്റുകൾ ചൊല്ലിക്കഴിഞ്ഞാൽ. രാവും പകലും സദാ ദിക്ർ എടുക്കാൻ ആർക്കാ കഴിയാം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ്, സുബ്ഹാനല്ലാഹ് അദദ മാ ഖലഖ, സുബ്ഹാനല്ലാഹ് അദദ മാ ഖലഖ, സുബ്ഹാനല്ലാഹ് മിൽഅ മാ ഖലഖ, സുബ്ഹാനല്ലാഹി അദദ മാ ഫിൽ അർളി വസ്സമാ, സുബ്ഹാനല്ലാഹ് മിൽഅ മാ ഫിൽ അർളി വസ്സമാ, സുബ്ഹാനല്ലാഹ് അദദ മാ അഹ്സാ കിതാബുഹു, സുബ്ഹാനല്ലാഹ് മിൽഅ മാ അഹ്സാ കിതാബുഹു, സുബ്ഹാനല്ലാഹ് അദദ കുല്ലി ഷൈഇൻ, സുബ്ഹാനല്ലാഹ് മിൽഅ കുല്ലി ഷൈ. ഇങ്ങനെ ഇതേ സ്ഥാനത്ത് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അൽഹംദുലില്ലാ അദദ മാ ഖലഖ, അൽഹംദുലില്ലാ മിൽഅ മാ ഖലഖ, അൽഹംദുലില്ലാ അദദ മാ ഫിൽ അർളി വസ്സമാ, വൽഹംദുലില്ലാ മിൽഅ മാ ഫിൽ അർളി വസ്സമാ. ഇങ്ങനെ തസ്ബീഹും തഹ്മീദുമായി ആ തസ്ബീഹ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ തസ്ബീഹ് രാപ്പകലുകൾ മുഴുവൻ ഒരാൾ ദിക്ർ ചൊല്ലുന്നതിന് സമമാണ് എന്ന് അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. അത്രമാത്രം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ റബ്ബിനെ ആ നിലക്ക് സ്മരിച്ചു കഴിഞ്ഞാൽ റബ്ബിന്റെ അടുക്കൽ അവന് പരിഗണനയുണ്ട്, സ്ഥാനമുണ്ട്. അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ അത് ഏറ്റവും ശ്രേഷ്ഠകരമാണ്. നമ്മൾ മരണപ്പെടുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുൽ അമൽ, ഏറ്റവും ഉത്തമമായ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ തുഫാരിഖദ് ദുനിയ ലിസാനുക റുത്ബൻ മിൻ ദിക്രില്ലാ, ഈ ദുനിയാവിനോട് നമ്മൾ വേർപിരിയുമ്പോൾ ദിക്റെടുത്ത് നാവ് നനഞ്ഞ അവസ്ഥയിലായിരിക്കണമെന്ന്, ആ അവസ്ഥയിൽ മരണപ്പെടലാണ് ഖൈറുൽ അമൽ, ഏറ്റവും ഉത്തമമായ അമൽ എന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. എത്രത്തോളമെന്നോ ഒരിക്കൽ അലാ ഉനബ്ബിഉകും ബിഖൈരി അഅമാലിക്കും, നിങ്ങൾ ചെയ്യുന്ന എന്തെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ ആ പ്രവർത്തനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ പ്രവർത്തനം വഅർലാഹ ഇൻദ മലീകിക്കും, രാജാധിരാജനായ റബ്ബിന്റെ അടുക്കൽ ഏറ്റവും തൃപ്തികരമായ പ്രവർത്തനം വഅർഫഇഹാ ഫീ ദറജാതിക്കും, റബ്ബിന്റെ അടുക്കൽ ഏറ്റവും ഉന്നതമായ പദവി ലഭിക്കുന്ന പ്രവർത്തനം വഖൈറുൽ ലക്കും മിൻ ഇൻഫാഖി ദഹബി വൽ ഫിദ്ദ, സ്വർണ്ണവും വെള്ളിയും നിങ്ങൾ ചെലവഴിക്കുന്നതിനേക്കാൾ വഖൈറുൽ ലക്കും അൻ തൽഖൗ അദുവക്കും ഫയദ്രിബു അഅനാഖഹും വയദ്രിബു അഅനാഖക്കും, യുദ്ധരണാങ്കണത്തിൽ ഇറങ്ങി പോരാടുന്നതിനേക്കാൾ സ്വർണവും വെള്ളിയും ചെലവഴിക്കുന്നതിനേക്കാൾ രാജാതിരാജനായ റബ്ബിന്റെ അടുക്കൽ ഏറ്റവും തൃപ്തികരമായ പ്രവർത്തനം റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കുകയാണ് ദിക്റുല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് ദിക്ർ എടുക്കലാണ്. അല്ലാഹുവിനെ സംബന്ധിച്ച് ദിക്ർ എടുക്കലാണ്. മാ അമില ഉംറുഉൻ ബിഅമലിൻ അൻജാലഹു മിൻ അദാബില്ലാഹി മിൻ ദിക്രില്ലാഹ്, ഒരു അമലുമില്ല അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് നമ്മെ ഏറ്റവും അധികം രക്ഷപ്പെടുത്തുന്ന പ്രവർത്തനം ദിക്റുള്ളയേക്കാൾ മറ്റൊന്നില്ല എന്നൊക്കെ നമ്മെ പഠിപ്പിച്ചത് കാണാം. ഇതെല്ലാം അറിയിക്കുന്നത് ഈ ദിക്റിന്റെ മഹത്വമാണ്. അല്ലാഹുവിനുള്ള ദിക്ർ എന്ന് പറയുമ്പോൾ അത് നാവ് കൊണ്ടും ഖൽബ് കൊണ്ടും കർമ്മം കൊണ്ടും, നാവ് കൊണ്ടും ഖൽബ് കൊണ്ടും ശരീരത്തിന്റെ അവയവങ്ങൾ കൊണ്ടും ഒരുപോലെ ആക്കാൻ നമുക്ക് സാധിക്കണം. ഖൽബാണ് ദിക്റിന്റെ അടിസ്ഥാനം എന്നത്. നാവിന്റെ ദിക്ർ അത് മുഖ്യമാണ്. നാവ് അതുകൊണ്ട് ആ ഖൽബിൽ നിന്ന് വരുന്ന ദിക്ർ അത് നാവ് അത് കാരണം നനഞ്ഞുകൊണ്ടിരിക്കണം, നാവ് ചലിച്ചുകൊണ്ടിരിക്കണം, ചുണ്ട് ചലിച്ചുകൊണ്ടിരിക്കണം. അതിൽ നിത്യത നമുക്ക് കൈവരണം. നാം നിർവഹിക്കുന്ന അദ്കാറുകളിൽ നിത്യത നമുക്ക് കൈവരണം. ശരീരം കൊണ്ട് ഉള്ള അവയവങ്ങൾ ആ ദിക്റിനനുസൃതമായി അവക്ക് വഴിപ്പെടാൻ സാധിക്കേണ്ടതുണ്ട്.
അതുപോലെ തന്നെ ശരീരത്തിലെ അവയവങ്ങളും ദിക്റെടുക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് നമ്മുടെ നമസ്കാരം. ഖൽബ് കൊണ്ടും നാവ് കൊണ്ടും ദിക്റെടുക്കുന്ന അമലാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഅഖിമിസ് സ്വലാ, നിങ്ങൾ നമസ്കാരം നിലനിർത്തണം. ഇന്ന സ്വലാത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, എല്ലാ മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്നും ആ നമസ്കാരം നമ്മളെ തടുത്തു നിർത്തും. എന്നിട്ട് പറഞ്ഞു, വലദിക്റുല്ലാഹി അക്ബർ. ആ നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞ ശേഷം പറയാണ്, ഏറ്റവും വലിയ ദിക്ർ എന്നാൽ അത് നമസ്കാരമാണ്. വലദിക്റുല്ലാഹി അക്ബർ, ഏറ്റവും വലിയ ദിക്ർ അതാണ് എന്ന് ആ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അല്ലാഹു നമ്മളോട് കൽപ്പിക്കണം, ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർക്കണേ, എന്നെ സ്മരിക്കണേ, ഞാൻ നിങ്ങളെ ഓർക്കും. നമ്മൾ നിർവഹിക്കുന്ന ദിക്റുകൾ നമുക്കറിയാം. എന്നാൽ അല്ലാഹ് പറയാണ് അദ്കുറുക്കും, ഞാൻ നിങ്ങൾക്ക് ദിക്റെടുക്കും എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹ് നമ്മളെ ഓർക്കും എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ പരാമർശിക്കും. അല്ലാഹ് നമ്മളെ ഓർക്കും, അല്ലാഹ് നമ്മളെ സ്മരിക്കും, നമ്മെ അല്ലാഹു സുബ്ഹാനഹു തആല പ്രശംസിക്കും, നമ്മളെ അല്ലാഹു സുബ്ഹാനഹു തആല അതുവഴി ഇഷ്ടപ്പെടും. നമ്മുടെ ദുആക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ജവാബ് തരും. നമ്മുടെ ഇസ്തിഗ്ഫാറിന് നമ്മുടെ പാപം അല്ലാഹു പുറത്തു തരും. നമ്മുടെ തൗബ അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കും. ഈ നിലക്ക് ആണ് റബ്ബ് നമ്മളെ സ്മരിക്കുക, അത് കുറുക്കും എന്നതുകൊണ്ടുള്ള ഉദ്ദേശം അതാണ്. ഇവിടെ ഈ ആയത്തിൽ അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ എന്നൊരു പൊതു തത്വത്തിന് തെളിവാണ് ഈ ആയത്ത്. അഥവാ പ്രതിഫലത്തിന്റെ കർമ്മം, നമ്മൾ ചെയ്യുന്ന കർമ്മം എന്താണോ അതിനനുസൃതമായ പ്രതിഫലം അതുവഴി ലഭിക്കുന്നു. ഇവിടെ കർമ്മം ഏതാണ്? അമൽ ഏതാണ്? ദിക്റാണ്. പ്രതിഫലം എന്താണ്? അതും ദിക്റാണ്. അത് കുറുക്കും, നിങ്ങൾ എന്നെ ദിക്ർ ചെയ്താൽ ഞാൻ നിങ്ങളെ ദിക്ർ ചെയ്യും. അമലും അതുപോലെ തന്നെ പ്രതിഫലവും ദിക്ർ തന്നെ എന്ന് നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിലുള്ള ഒരുപാട് ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ എന്ന പൊതു തത്വത്തെ തെളിവായിക്കൊണ്ട് പണ്ഡിതന്മാർ പറയുന്ന ധാരാളം ആയത്തുകളുടെ കൂട്ടത്തിൽ ഒന്നാണിത്. ഉദാഹരണം, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ ബനൂ ഇസ്രായേലിനെ വിളിച്ചു പറഞ്ഞു, യാ ബനി ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ട് വഔഫു ബി അഹ്ദി ഊഫി ബി അഹ്ദിക്കും. വഔഫു ബി അഹ്ദി എന്നതാണ് അമല്, അതിന്റെ പ്രതിഫലം ഊഫി ബി അഹ്ദിക്കും എന്നതാണ്. അതുപോലെ ഇൻ തൻസുറുല്ലാഹ് യൻസുറുക്കും, നിങ്ങൾ അല്ലാഹനെ സഹായിച്ചാൽ അല്ലാഹ് നിങ്ങളെ സഹായിക്കും. അവിടെ എന്താണ്? അമലേതാണ്? ഇൻ തൻസുറുല്ലാഹ്, പ്രതിഫലം യൻസുറുക്കും, പ്രതിഫലം യൻസുറുക്കും. നമ്മൾ അല്ലാഹനെ സഹായിക്കെന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ ആജ്ഞകൾ സ്വീകരിച്ചുകൊണ്ട് ദീനിന് സഹായം നൽകി കഴിഞ്ഞാൽ യൻസുറുക്കും, അല്ലാഹന്റെ സഹായം നമുക്ക് കിട്ടുമെന്നതാണ്. അൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ, ഇഹ്സാൻ എന്നതാണ് അമല്, പ്രതിഫലവും ഇഹ്സാൻ എന്നത് തന്നെ. ഹദീസുകളിലും അത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ നമുക്ക് കാണാം. മൻ കാന ഫീ ഹാജതി അഖീ, ആരെങ്കിലും ഒരു സഹോദരന്റെ ആവശ്യം നിവർത്തിച്ചു കൊടുത്താൽ കാന അല്ലാഹു ഫീ ഹാജതിഹി, അവന്റെ ആവശ്യം അല്ലാഹ് നിർവഹിച്ചു കൊടുക്കും. നോക്ക് നിങ്ങൾ, മൻ ഫറജ അൻ മുസ്ലിമിൻ ഖുർബ, ഒരു മുസ്ലിമിന്റെ പ്രയാസത്തെ ആരെങ്കിലും ഇല്ലായ്മ ചെയ്തു കൊടുത്താൽ, പോക്കിക്കളഞ്ഞാൽ, ഫറജ അല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവന്റെ പ്രയാസത്തെ അല്ലാഹ് ദൂരീകരിച്ചു കൊടുക്കും. അമലും പ്രതിഫലവും ഒരുപോലെ. മൻ സതറ മുസ്ലിമൻ സതറഹുല്ലാ, ഒരു മുസ്ലിമിന്റെ ന്യൂനത ഒരാൾ മറച്ചു വെച്ചാൽ അവന്റെ ന്യൂനത അല്ലാഹു മറച്ചു കൊടുക്കും. മൻ റദ്ദ ഇർലി അഖി, തന്റെ സഹോദരന്റെ അഭിമാനത്തെ ഒരാൾ സംരക്ഷിച്ചാൽ റദ്ദല്ലാഹു അൻ വജ്ഹിഹി നാർ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നരകത്തിൽ നിന്ന് അവന്റെ മുഖത്തെ അല്ലാഹു സുബ്ഹാനഹു തആല കാത്തുകൊടുക്കും. യബ്ന ആദം അൻഫിഖ്, ഏ മനുഷ്യ നീ ചെലവഴിക്ക്, ഉൻഫിഖ് അലൈക, നിനക്ക് വേണ്ടി ഞാനും ചെലവ് തരും. മൻ ബനാ ലില്ലാഹി മസ്ജിദ, ആരെങ്കിലും ഒരാൾ പള്ളി നിർമ്മിച്ചാൽ ബനല്ലാഹു ലഹു ഫിൽ ജന്നതി മിസ്ലഹു, അതുപോലെ ഒരു ഭവനം അല്ലാഹു സുബ്ഹാനഹു തആല സ്വർഗ്ഗത്തിൽ കൊടുക്കും. ഇതാണ് അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ എന്ന പൊതു തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ആ പൊതു തത്വത്തിന് തെളിവായി വിശുദ്ധ ഖുർആനിലും സുന്നത്തിലും വന്നിട്ടുള്ള ധാരാളം തെളിവുകളുടെ കൂട്ടത്തിൽ ഒന്നാണിത്. ഇത് നന്മയുടെ വിഷയത്തിൽ മാത്രമല്ല, തിന്മയുടെ വിഷയത്തിൽ നമുക്ക് കാണാം. മുനാഫിഖുകൾ പറഞ്ഞു, എന്ത്? ഇന്നാ മഅകും ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ, വിശ്വാസികളെ പരിഹസിക്കുകയാണ് ഞങ്ങൾ. അതിന്റെ പ്രതിഫലം എന്താ? അല്ലാഹു യസ്തഹ്സിഉ ബിഹിം,
അള്ളാഹ് അവരെയും പരിഹസിക്കുന്നു പറഞ്ഞാൽ അവർ ചെയ്തത് ഇസ്തിഹ്സാ ആണ്. അതിനുള്ള പ്രതിഫലം ശിക്ഷയായിട്ട് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ഇസ്തിഹ്സാ അവർക്കുമുണ്ട്. അവർ കുതന്ത്രം പ്രയോഗിച്ചപ്പോൾ അള്ളാഹുവും അവിടെ മക്ർ പ്രയോഗിച്ചു എന്ന് വിശുദ്ധ ഖുർആനിൽ കാണാം. പിശുക്ക് കാണിച്ചാൽ അവന് വേണ്ടി അവൻ തന്നെയാണ് അതിന്റെ ഇര എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം. അള്ളാനെ സംബന്ധിച്ച് അവൻ മറന്നു കളഞ്ഞപ്പോ ആ നിസിയാൻ അവന്റെ വിഷയത്തിൽ അള്ളാഹു കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ തിന്മയുടെ വിഷയത്തിലും നമുക്ക് അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ എന്ന തത്വം കാണാൻ കഴിയും. ഇവിടെ ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ സ്മരിച്ചാൽ, എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കും എന്നല്ല പറയാം. എന്നിട്ട് പറഞ്ഞു വഷ്കുറൂലി വലാ തക്ഫുറൂൻ, എന്നോട് നിങ്ങൾ ശുക്ർ കാണിക്കണേ, ഒരിക്കലും എന്നോട് നിങ്ങൾ നന്ദികേട് കാണിക്കരുത്. വലാ തക്ഫുറൂൻ എന്ന് പറയുമ്പോൾ അല്ലാഹ് പറയാണ് എന്നോട് നിങ്ങൾ നന്ദികേട് കാണിക്കരുത്. ഇസ്രായേലരോട് പറഞ്ഞു യാ ബനി ഇസ്രായീൽ അദ്കുറു നിഅമതി അല്ലതി അൻഅംതു അലൈക്കും, അല്ലാഹ് നിങ്ങൾക്ക് ചെയ്തു തന്ന നിഅമത്തിനെ നിങ്ങൾ ഓർക്കണം എന്ന് പറഞ്ഞാൽ എന്താ? ആ നിഅമത്തിന് ശുക്ർ നിങ്ങൾ കാണിക്കണമെന്നാണ്. പണ്ഡിതന്മാര് പറയാണ് അദ്ദിക്റു റഅസു ശുക്ർ, ദിക്ർ എന്നത് ശുക്റിന്റെ ഹെഡാണ്. ദിക്ർ എന്നത് ശുക്റിന്റെ ഹെഡാണ്. അതുകൊണ്ട് ഫദ്കുറൂനി അദ്കുറുക്കും എന്ന് പറയുമ്പോൾ ശുക്ർ കാണിക്കണം. വഷ്കുറൂലി വലാ തക്ഫുറൂൻ, ദിക്റിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ശുക്ർ കാണിക്കാൻ വേണ്ടി പറയാണ്. എന്താണ് ശുക്ർ എന്ന് പറഞ്ഞാൽ? ഖൽബ് കൊണ്ട് നിഅമത്ത് തന്ന, അനുഗ്രഹം തന്ന അനുഗ്രഹദാതാവിനെ ഓർക്കുക. ആ അനുഗ്രഹദാതാവായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അനുഗ്രഹമാണ് തനിക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന് വിശ്വസിക്കുക, അത് സമ്മതിക്കുക. അതിനാണ് ശുക്ർ എന്ന് പറയാ. ഉബ്ലി ബലാഅൻ ദക്കറഹു, ഒരു പരീക്ഷണം. ഒരു അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ ആ അനുഗ്രഹദാതാവായ റബ്ബിനെ ഓർത്തു കഴിയുമ്പോ അത് ഓർക്കലാണ്, അതിന് ശുക്ർ കാണിക്കുക, അതിന് നന്ദി കാണിക്കുക എന്ന് പറയുന്നത്. എന്നാലോ ആ അനുഗ്രഹത്തെ മറച്ചു വെക്കുക എന്നതാണ് അതിനോട് നന്ദികേട് കാണിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പൊ ശുക്ർ എന്നാൽ ഖൽബ് കൊണ്ടും ഓർത്തുകൊണ്ട് നാവ് കൊണ്ട് അതിന് ശുക്ർ അർപ്പിച്ചുകൊണ്ട്, വാക്കുകൾ കൊണ്ട് ശുക്ർ അർപ്പിച്ചുകൊണ്ട് നൽകപ്പെട്ട ആ നിഅമത്തിന് നന്ദി കാണിക്കുക എന്നതാണ്. യഅമലു ആല ദാവൂദ ശുക്ര, ദാവൂദ് കുടുംബമേ നിങ്ങൾ നന്ദിയാർന്ന പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഏർപ്പെടുക. വഖലീലു മിൻ ഇബാദിയ ശകൂർ, എന്റെ അടിമകളുടെ കൂട്ടത്തിൽ നന്ദി കാണിക്കുന്നവർ വളരെ വിരളമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് കാണാം. കാലിൽ നീര് വരുവോളം നിന്ന് നമസ്കരിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? ഖദ് ഗഫറല്ലാഹു ലക വമാ തഖദ്ദമ മിൻ ദംബിക്, ഖദ് ഗഫറല്ലാഹു ലക, അല്ലാഹ് നിങ്ങൾക്ക് പുറത്തു തന്നതല്ലേ മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ മുഴുവൻ പാപങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു മറുപടി നൽകിയത് ആയിഷ അഫലാ അകൂന അബ്ദൻ ശകൂറ, ഞാനൊരു ശുക്ർ കാണിക്കുന്ന അടിമയാകണ്ടേ എന്നതാണ്. ഇവിടെ നോക്ക് നിങ്ങൾ വലാ തക്ഫുറൂൻ, നിങ്ങൾ ഒരിക്കലും എന്നോട് നന്ദികേട് കാണിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പ്രത്യേകം എടുത്തു പറയാം. കാരണം റഹ്മാനായ റബ്ബ്, ആ റബ്ബിന് മൻ ഉഅ്തിയ അത്വാഅൻ, ആർക്കെങ്കിലും ഒരു പാരിതോഷികം നൽകപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മൻ സുനിഅ ഇലൈഹി മഅറൂഫ, ഒരു നല്ല കാര്യം ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു തന്നു കഴിഞ്ഞാൽ റസൂലുള്ളാഹി പറയാൻ ഫൽയജ്സി ബിഹി, ആ നല്ല കാര്യം ചെയ്തവന്, ആ പാരിതോഷികം നൽകിയവന് നിങ്ങൾ പ്രതിഫലം കൊടുക്കണം. ഫഇല്ലം യജിദ് മാ യജ്സി, അതിന് ജസാ കൊടുക്കാൻ, കൂലി കൊടുക്കാൻ, പ്രതിഫലമായി തിരിച്ചങ്ങോട്ട് കൊടുക്കാൻ ഒന്നുമില്ലെങ്കിൽ ഫയുസ്നി അലൈഹി, അവനെ നിങ്ങൾ പ്രശംസിക്കണം, അവനെ പ്രശംസിക്കണം. കാരണം ഫഇന്ന മൻ അസ്ന ഫഖദ് ശകറ, ആ പ്രശംസിക്കുക എന്നത്, തന്ന ആളെ നന്നാക്കി പറയുക, പ്രശംസിക്കുക എന്നത് അത് ശുക്ർ കാണിക്കലാണ്. വമൻ കതമ, ആരാണത് മറച്ചു വെക്കുന്നതെങ്കിൽ ഫഖദ് കഫറ, അത് മൂടിവെക്കൽ, നന്ദികേട് കാണിക്കലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നന്ദി കാണിക്കുക എന്നത് ഒരു
വിശ്വാസിയായ മനുഷ്യന്റെ ബാധ്യതയാണ്. റഹ്മാനായ റബ്ബ് ധാരാളം നിഅമത്തുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ നിഅമത്തിന് നന്ദി കാണിച്ചുകൊണ്ട് നന്ദി കാണിക്കുന്ന അടിമകളായി ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തിൽ വലാ തക്ഫുറൂൻ, നിങ്ങൾ എന്നോട് നന്ദി കേട് കാണിക്കരുതേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം നമ്മളോട് ഉണർത്തിയിട്ട് പറഞ്ഞു. കുറച്ച് ആളുകൾ മാത്രമേ ശുക്ർ കാണിക്കുന്നവരുള്ളൂ. അപ്പൊ നമ്മൾ ആലോചിക്കുക, നമ്മളൊക്കെ എത്രമാത്രം നിഅമത്ത് അനുഭവിച്ച് ജീവിക്കുന്നവരാണ്. പക്ഷേ ഈ നിലക്ക് നന്ദിയാർന്ന പ്രവർത്തനം, വാക്കുകൾ റബ്ബിനോട് എത്രമാത്രം നമ്മളിൽ നിന്ന് ഉയരുന്നുണ്ട് എന്നത് നമ്മളോട് തന്നെ, നമ്മുടെ മനസ്സാക്ഷിയോട് തന്നെ നമ്മൾ ചോദിക്കുക. റഹ്മാനായ റബ്ബ് യഥാർത്ഥ നന്ദി കാണിക്കുന്ന അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സഹോദരങ്ങളെ, സഹോദരികളെ, അല്ലാഹുവെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നൽകപ്പെട്ടിട്ടുള്ള നിഅമത്തിനെ കുറിച്ച് സംസാരിക്കുക എന്നത് ശുക്റാണ്. അത്തഹദ്ദുസു ബിനിഅമത്തില്ലാഹി ശുക്ർ വതർക്കുഹാ കുഫ്ർ. അത് ഒഴിവാക്കുക, സംസാരം തന്നെ ഒഴിവാക്കുക, അതിനെ മറച്ചു വെച്ച് നടക്കുക എന്നത് നന്ദികേടാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റബ്ബ് നൽകിയ നിഅമത്ത് അത് എടുത്തു പറഞ്ഞ് അനുഗ്രഹദാതാവായ റബ്ബിനോട് ശുക്ർ കാണിക്കാൻ നമ്മൾ ശ്രമിക്കുക. പറഞ്ഞും പ്രവർത്തിച്ചും മനസ്സിൽ ഓർത്തുകൊണ്ടും റബ്ബിനുള്ള ശുക്ർ നമ്മൾ അർപ്പിക്കേണ്ടതുണ്ട്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദുആ പഠിപ്പിക്കുന്ന രംഗമുണ്ട്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയാണ്, അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദി, അല്ലാഹുവിന്റെ റസൂൽ എന്റെ കൈ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, യാ മുആദ് വല്ലാഹി ഇന്നി ല ഉഹിബ്ബുക. മുആദേ, താങ്കളെ എനിക്ക് നല്ല ഇഷ്ടമാണ്, എനിക്ക് താങ്കളെ നല്ല ഇഷ്ടമാണ്. മുആദ് റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, ബി അബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ് വ അന ഉഹിബ്ബുക. പ്രവാചകരെ, നിങ്ങളെയും എനിക്ക് നല്ല ഇഷ്ടമാണ്, നിങ്ങളെയും എനിക്ക് ഇഷ്ടമാണ്. നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ കൈ പിടിച്ചു, അദ്ദേഹത്തെ ഓമനിച്ചു വിളിച്ചു. എന്നിട്ട് അള്ളാനെ പിടിച്ച് സത്യം ചെയ്തിട്ട് പറയാം, വല്ലാഹി ഇന്നി ല ഉഹിബ്ബുക. മുആദ്, താങ്കളെ ഇഷ്ടമാണ്. മുആദ് തിരിച്ചും പറയാം, ശാരീരികമായും മാനസികമായും മുആദ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുക്കുക. എന്നിട്ടാണ് പഠിപ്പിക്കുന്നത്. എന്താ പഠിപ്പിക്കുന്നത്? പഠിപ്പിക്കാൻ പോകുന്ന കാര്യത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം ഉണർത്തിയത്. എന്നിട്ട് പറഞ്ഞു, ഉസീക യാ മുആദ്, മുആദ്, താങ്കൾക്ക് ഞാനൊരു വസിയത്ത് തരാം. ലാ തദഅന്ന അൻ തഖൂല ഫീ ദുബുരി കുല്ലി സ്വലാത്ത്. എല്ലാ നമസ്കാരത്തിന്റെയും അവസാനത്തിൽ നീ ഒരിക്കലും പറയുന്നത് ഉപേക്ഷിക്കരുത്, ഒഴിവാക്കരുത്, ഒരിക്കലും ഒഴിവാക്കരുത്. ലാ തദഅന്ന എന്ന് പറഞ്ഞു, ഒഴിവാക്കാതെ ചൊല്ലേണ്ടത് എന്താ? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹുവേ, എന്നെ സഹായിക്കണേ, അലാ ദിക്റക, നിന്നെ ദിക്ർ എടുക്കാൻ, വശുക്രിക, നിന്നോട് ശുക്ർ കാണിക്കാൻ, വഹുസ്നി ഇബാദതിക, ഏറ്റവും നന്നായി നിനക്ക് ഇബാദത്ത് ചെയ്യാൻ അല്ലാഹുവേ നീ എന്നെ സഹായിക്കണേ. അപ്പൊ ദിക്ർ എടുക്കാൻ, റബ്ബിനോട് ശുക്ർ കാണിക്കാൻ, ഏറ്റവും നന്നായി ഇബാദത്ത് ചെയ്യാൻ അള്ളാന്റെ സഹായം നമുക്ക് ആവശ്യമാണ്. ആ സഹായം സദാ 5 വക്ത നമസ്കാരത്തിന് ശേഷവും നമസ്കാരത്തിന്റെ ഒടുവിൽ നമ്മൾ റബ്ബിനോട് തേടിക്കൊണ്ടിരിക്കണം. ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ എന്ന് പറയുമ്പോൾ ദിക്റിനെ കുറിച്ചും
അതുപോലെ തന്നെ ശുക്രിനെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം നമ്മുടെ ജീവിതത്തിൽ അതിന് നിത്യത കൈവരണമെങ്കിൽ, നിരന്തരമായി നമ്മളിൽ അത് ഉണ്ടാവണമെങ്കിൽ അള്ളാഹിന്റെ സഹായം നമുക്ക് ആവശ്യമാണ്. ആ സഹായം നമ്മൾ റബ്ബിനോട് തേടിക്കൊണ്ടിരിക്കണം എന്നതാണ് മുആദ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിച്ചത്. നമ്മൾ മുആദ് റളിയല്ലാഹു അൻഹു നൽകിയ ആ വസിയത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മളും പ്രാവർത്തികമാക്കുക. ഈ നിലക്ക് ദിക്റും ശുക്റും നമ്മളിൽ ആ നിലക്ക് കൈവരും. റഹ്മാനായ റബ്ബിന്റെ സഹായം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആ സഹായത്തിന് വേണ്ടി നമ്മൾ തേടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയിട്ടുള്ള വീഴ്ചകൾ റബ്ബ് പുറത്തു തന്ന് മാപ്പാക്കി തരുമാറാകട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരീ സഹോദരങ്ങൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെയും നമ്മയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രയാസപ്പെടുന്ന, കഷ്ടപ്പെടുന്ന ആളുകൾ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ, നമ്മുടെ നാടുകളിൽ രോഗം കൊണ്ടും മറ്റു ബുദ്ധിമുട്ടുകൾ കൊണ്ടും എല്ലാവർക്കും അല്ലാഹു ആശ്വാസം പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് دعوات ويا قاضي الحاجات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين.